ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇപ്പോഴത്തെ സർക്കാരിന് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, ഇത് അദാനിക്ക് ഈ തുറമുഖം കൊടുത്തത് LDF ഗവൺമെന്റ് ആണോ? ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് എന്താണ് നേരെയുള്ള മറുപടി? മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെറ്റ് ചെയ്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും വലിയ നുണ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? കുര്യച്ച, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. അദ്ദേഹം CM ആയിട്ടിരിക്കുകയല്ലേ. ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം അതല്ലേ. അദ്ദേഹം ഇത്രയും വലിയ നുണ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കാൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ പറഞ്ഞ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു ശൃംഖല നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താ എന്നെക്കുറിച്ച് മാത്രം പ്രത്യേകം ദേശാഭിമാനിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ആ തർക്കത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെ ഒരു പത്രം അത് പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങളുടെ പത്രം ഏതെല്ലാം, നിങ്ങളുടെ ചാനൽ ഏതെല്ലാം വാർത്ത മുമ്പേ കൊണ്ടുവരുന്നത്? അതില്ല, നിങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടാണോ വാർത്ത കൊണ്ടുവരുന്നത്? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്ത കൊടുത്തവരുമായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് വാദിച്ചു തുടങ്ങിയാൽ നാളെ കേരളത്തിലെ മറ്റ് ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ഇതിന് ഒരുപാട് സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ജൂൺ 3 കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം ഇത് കൊടുത്തത് നമ്മളെല്ലാം വായിച്ചതല്ലേ. അതിനു മുമ്പ് കൊടുത്തിട്ടില്ലേ? അതിനു മുമ്പ് വേറെ മാധ്യമങ്ങളിൽ വന്നില്ലേ? അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അദ്ദേഹത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ദേശാഭിമാനിയിലാണ് ഈ വാർത്ത വന്നത്. അത് ക്രോസ് ചെക്ക് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരം അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ദേശാഭിമാനിയിൽ ആദ്യം വാർത്ത വന്നു എന്ന് ബഹുമാനീയനായ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ അറിയുന്നതിന് മുമ്പേ ദേശാഭിമാനി അറിഞ്ഞിരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. രണ്ടാമത്, നേരത്തെ ശ്രീമതി ഷാനി ഈ ആമുഖത്തിൽ പറഞ്ഞത്, ഒരു സർക്കാരിന് വേണ്ടി ഇത്രയും വലിയ ജോലി നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഇത്രയും വലിയ ജോലി ഏറ്റെടുക്കാനുള്ള ഭാരം ഇപ്പോൾ ഏറ്റെടുക്കേണ്ട അത്യാവശ്യമുണ്ടോ ഒരു സർക്കാരിനെ വിളിപ്പിക്കാൻ? പറഞ്ഞോളൂ. എന്താണ് എന്താ ഷാനി പറഞ്ഞ? എന്താ? എനിക്ക് നിങ്ങളുടെ ഈ സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. ഷാനി അല്ല, നിഷയാണ് സംസാരിക്കുന്നത്. താങ്കളോട് പറഞ്ഞു എന്ന് മാത്രം. തുടർന്നോളൂ. സോറി, എക്സ്ട്രീംലി സോറി. നിഷ സോറി. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. അത് CPM ജില്ലാ സെക്രട്ടറിക്ക് എത്ര വേവലാതി എന്ന് ചോദിക്കുന്നതിനുള്ള യുക്തി എന്താ? നാളെ മുതൽ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷന്മാർക്ക് രാഷ്ട്രീയ പ്രശ്നത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമോ? ഇങ്ങനെയൊക്കെയാണോ ഈ പ്രശ്നത്തെ കാണുക? ഒരു വാദം ഉയർത്തി ആ വാദം ദുർബലപ്പെടുമ്പോൾ അതിന് മറ്റ് ചില വ്യക്തിപരമായ ആളുകളെ പിടിച്ച് ആക്ഷേപം ഉന്നയിക്കുകയാണോ ചെയ്യേണ്ടത്? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഇത് അദാനിക്ക് ഈ തുറമുഖം കൊടുത്തത് LDF ഗവൺമെന്റ് ആണോ? അന്ന് നിങ്ങളെല്ലാവരും കൂടെ പൊതുബോധം സൃഷ്ടിച്ചല്ലോ. തൊഴിലുണ്ടാകാൻ പോകുന്നു, വരുമാനം ഉണ്ടാകാൻ പോകുന്നു, കേരള സർക്കാരിന് ഇത് പറ്റത്തില്ല, സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ വലിയ പൊതുബോധം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചല്ലോ. അദാനി ചെലവഴിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം തുക സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ 2000 കോടി ചെലവഴിച്ചാൽ 27,000 കോടി രൂപ ലാഭം, അല്ലെങ്കിൽ 26,000 കോടി രൂപ ലാഭം. ഇതല്ലേ വസ്തുത? എനിക്ക് തോന്നുന്ന ഒരു സംശയം, ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് MSC കമ്പനി 13,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആലോചനകളുമായി ബന്ധപ്പെട്ട് MSC കമ്പനി വരുന്നു. നിങ്ങൾക്കത് താല്പര്യമില്ലേ? MSC കമ്പനി വിഴിഞ്ഞത്ത് വരണ്ടേ? അദാനിയുടെ ഷെയർ അവരെടുക്കണ്ടേ? 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വിഴിഞ്ഞം തുറമുഖത്തിൽ വരണ്ടേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? സംസ്ഥാന ഗവൺമെന്റിന്റെ തുറമുഖമാണിത്. സംസ്ഥാന ഗവൺമെന്റ് അദാനിക്ക് നിശ്ചിത വർഷത്തെ കൊടുത്തിരിക്കുക. കൊടുത്ത ആ കരാറൊക്കെ ഞങ്ങൾക്ക് ശക്തമായി വിയോജിപ്പുണ്ടല്ലോ. പക്ഷേ അത് നടക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അത് തുടരാൻ തീരുമാനിച്ചത്. അപ്പോൾ അദാനിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വരുന്ന പ്രശ്നം എന്താ? ഇപ്പോൾ ഈ ഷെയറുമായി ബന്ധപ്പെടുത്തി സർക്കാരിന്റെ അനുവാദം വാങ്ങിച്ചിട്ടില്ല. വിഴിഞ്ഞത്ത് ഈ സർക്കാർ ചെയ്ത തെറ്റെന്താണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ? ഉത്തരം പറ. അതിനുത്തരം കാണണമെങ്കിൽ മുഖ്യമന്ത്രി അദാനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റിനെ മംഗലാപുരത്ത് പോയി ഇലക്ഷന് മുമ്പ് കണ്ടത് എന്തിനാണെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പോഴേ ആ തെറ്റിന്റെ ശരിയുടെയും വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അത് പറഞ്ഞ പ്രശ്നം തീരും. അത് കണ്ടത് സാധാരണ ഒരാളിനെ അല്ല, അദാനിയുടെ പ്രധാനപ്പെട്ട ആളിനെ കണ്ടേ.
അതിനുശേഷമാണ് അദ്ദേഹം തുറമുഖം ഏറ്റെടുക്കുന്നു, നിയമം ഏറ്റെടുക്കുന്നു, പൊതുഭരണം ഏറ്റെടുക്കുന്നു, ധനകാര്യം ഏറ്റെടുക്കുന്നു. ഇതെല്ലാം കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. സാധാരണഗതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് വകുപ്പ് ആർക്കും ഏറ്റെടുക്കാം. ഇത് പ്രശ്നമാവും. ഡോക്ടർ പി കെ ഗോപൻ, മുഖ്യമന്ത്രി മംഗലാപുരത്ത് കണ്ടു എന്ന് പറയുന്ന അദാനിയുടെ ആൾ എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് വിഴിഞ്ഞത്തെ അദാനി പോർട്സുമായി എന്താണ് ബന്ധം? അവിടെ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാൻ കഴിയുന്ന ആളാണോ? ആ കാര്യത്തിലൊരു വ്യക്തത വരുത്താമോ? അദാനിയുടെ ക്ലർക്കല്ല നിഷ കണ്ടത്. അദാനിയുടെ ക്ലർക്കിനെ അല്ല കണ്ടത്. അദാനിയുടെ ഓഫീസ് അറ്റൻഡിനെ അല്ല കണ്ടത്. അദാനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് കിഷോർ ഹൽവ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അദാനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? തൂണിലും തുരുമ്പിലും തുരുമ്പ് പിടിച്ച ഈ അച്ഛനുണ്ടാവും. അതിനുശേഷം അദ്ദേഹം തുറമുഖം ഏറ്റെടുക്കുന്നു, അദ്ദേഹം നിയമം ഏറ്റെടുക്കുന്നു, അദ്ദേഹം പൊതുഭരണ വകുപ്പ് ഏറ്റെടുക്കുന്നു, ധനകാര്യം ഏറ്റെടുക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ജനങ്ങൾക്കുള്ള സംശയത്തിന് മറുപടി പറയണം. എനിക്ക് ഈ ചോദ്യം ക്ലിയർ ആവുന്നില്ല. ഭയങ്കരം തന്നെ. ഇനിയാണ് എന്റെ ഷോ. UDFന്റെ സർക്കാർ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അദാനിയെ കുറിച്ചിട്ട് അദാനിയും VD സതീശനും തമ്മിൽ എന്തോ പങ്കു കച്ചവടം എന്ന് പറയുന്നു. അദാനിയെ പാർട്ട്ണർ എന്ന് അഭിസംബോധന ചെയ്തത് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി LDFന്റെ മന്ത്രി VN വാസവനാണ്. അദാനി ആദ്യമായിട്ട് ഈ രാജ്യത്ത് ഒരു പാർട്ടി ഓഫീസിൽ നേരിട്ട് പോയി സന്ദർശനം നടത്തി സന്ധി സംഭാഷണം നടത്തി പോകുന്നത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള AKG സെന്ററിലാണ് 2015 ഡിസംബർ 5-ാം തീയതി. അടുത്തത് നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നിങ്ങൾ അത് തള്ളി പറയുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. നിങ്ങൾ തന്നെയാണ് വിഴിഞ്ഞത്ത് കോൺക്ലേവ് കൊണ്ടുവന്ന് അന്താരാഷ്ട്ര ഏജൻസികളെയും ഷിപ്പിംഗ് കമ്പനികളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുംകാല വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പരിപാടി നടത്തിയെന്ന് പറയുന്നു. അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണം വൈകിയത് കൊണ്ട് 49 കോടി രൂപയുടെ റിലാക്സേഷൻ കൊടുത്തത് അവരിൽ നിന്ന് കിട്ടേണ്ട നഷ്ടം വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അദാനിക്ക് കൊടുത്ത സേവനമാണ്. അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. 2055 ഇതിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് 2055 കേരള സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ട വിഴിഞ്ഞം പോർട്ട് അത് 5 വർഷം കൂട്ടി 2060 വരെ ആക്കി കൊടുത്തത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്. അതുപോലെ തന്നെ ഈ ഇതേ MSC കമ്പനിയുടെ ഒരു ഷിപ്പ് കേരള തീരത്ത് അപകടമുണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക മലിനീകരണം മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വലിയ ആശങ്കകൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, പൊതുസമൂഹം, പാരിസ്ഥിതിക പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടും ഒരു FIR പോലും ഇടാതെ ഒരു കേസ് എടുക്കാതെ അവരെ വെറുതെ വിട്ടത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യവെള്ളപ്പന് നടക്കുന്ന ചന്ദനവും പൂച്ചി. ഇനി ഇതെല്ലാം വിട്ടേക്കാം. വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആലോചന യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബസമേതം ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുത്ത് ചായയും ബിസ്ക്കറ്റും കഴിച്ച് ഇത് ഞങ്ങളുടെ മാത്രം പദ്ധതിയാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കാലത്തല്ലേ? എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കഷ്ടമാണ്. ഇപ്പോ നിങ്ങൾക്ക് അദാനിയും ഈ വിഴിഞ്ഞം പോർട്ടും ഒക്കെ മോശപ്പെട്ട പരിപാടി, VD സതീശൻ വന്നതുകൊണ്ട് ഇത് മഹാമോശപ്പെട്ട പരിപാടി. 10 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞത് കടൽ കൊള്ള, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ പറഞ്ഞത് ഈ പരിപാടി നന്നായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവരുടെ പ്രശ്നം? എന്താ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ നിക്ഷേപം വരണ്ടെന്നാണോ പ്രശ്നം? അതോ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതാണോ പ്രശ്നം? എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.